കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലുള്ള ബഹുമാനം നിറഞ്ഞ വ്യക്തിത്വങ്ങൾ, സദസ്സിൽ സന്നിഹിതരായ രക്ഷിതാക്കളെ, ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, നമ്മുടെ സ്കൂൾ 25 വർഷം പിന്നിട്ടപ്പോൾ അതിൻ്റെ സിൽവർ ജൂബിലി 3 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന വേളയിലാണ്. ഇന്ന് മനോഹരമായ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ കഴിയാത്ത നാഴികക്കല്ലുകളായ 2 പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുകയുണ്ടായി. ഈ സംഗമം ഇവിടെ അവസാനിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയം നിറഞ്ഞ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള രക്ഷിതാക്കളോട് പറയാനുള്ളത്, നേരത്തെ മനോഹരമായ ഒരു ഓറിയൻറ്റേഷൻ ക്യാമ്പ് ഇവിടെ നടന്ന സമയത്ത് വളരെ ആധികാരികമായി സമദ് സാഹിബ് നിങ്ങളെ സൂചിപ്പിച്ച 1-2 വാക്കുകൾ എടുത്തു പറയലാണെങ്കിൽ, ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ കടമയെന്ന് പറയുന്നത് മനോഹരമായ ഒരു റെപ്യൂട്ടഡ് ആയ സ്ഥാപനത്തിൽ തൻ്റെ മകൻക്ക് അല്ലെങ്കിൽ മകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ LKG കൊണ്ടുവന്ന് അഡ്മിഷൻ കൊടുക്കല്ലോ മാത്രമല്ല, ഒരു രക്ഷിതാവിൻ്റെ ബാധ്യതയിലുള്ളത് ആ വിദ്യാർത്ഥി വളർന്നു വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആ വിദ്യാർത്ഥിയുടെ കൂടെ നിന്ന് മനോഹരമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്ത് ആ വിദ്യാർത്ഥിയെ സമൂഹത്തിന് ഉപയോഗപ്രദമായ ഒരു നല്ല പ്രൊഡക്റ്റായി മാറ്റുക എന്നതിൻ്റെ പിന്നിൽ ഒരു രക്ഷിതാവിൻ്റെ കടമ ഏറ്റവും പ്രധാനമാണെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു നല്ല പോയിന്റ്, ഒരു സന്ദേശം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഒരു രക്ഷിതാവെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വാഹനത്തിനോട് ഉപമിക്കുകയാണെങ്കിൽ പിന്നിലത്തെ ടയറാണ്. ആ പിന്നിലത്തെ ചക്രം ഉരുണ്ടാൽ മാത്രമാണ് ഒരു വാഹനത്തിൻ്റെ മുൻപിലത്തെ ചക്രം ഉയരുകയുള്ളൂ എന്ന മനോഹരമായ ഒരു സന്ദേശം നിങ്ങളോട് പറഞ്ഞു വെക്കുമ്പോൾ, ആ ഒരു സന്ദേശത്തെ ഇവിടെ കടമെടുത്ത് പറയുന്നത് എൻ്റെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ഒരു സ്ഥാപനം നമ്മളിങ്ങനെ 2 സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകയിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മൾ ഈ സ്കൂൾ ഈ വർഷത്തോടുകൂടി മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷത്തിനുള്ളതിനേക്കാളും കൂടുതൽ മറ്റൊരു തലത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മദ്രസ മാത്രമായ ഒരു സമയം, എന്നാൽ ശനിയാഴ്ചകളിൽ മദ്രസ മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനവുമുണ്ട്. ഇങ്ങനെ മതവും ഭൗതികവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തോടുകൂടി നമ്മളെ സ്ഥാപനം പുതിയ കോഴ്സുകൾ പരിചയപ്പെടുത്തി സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഈ ഒരു സംഗമം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗമത്തിൻ്റെ ഔപചാരികമായ നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ വെൽക്കം സ്പീച്ച് നടത്തിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ CCA കോർഡിനേറ്ററായ മുഹമ്മദ് ഫാസിൽ ഹുദവി സാറാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ്. ഈ സംഗമത്തിൻ്റെ പ്രസിഡൻഷ്യൽ സ്പീച്ച് നടത്തിയിട്ടുള്ളത് ബഹുമാന്യനായ നമ്മുടെ സ്കൂളിൻ്റെ ചെയർമാൻ അബ്ദുൽ മജീദ് സാറാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഈ സംഗമത്തിൻ്റെ മാത്രമല്ല, റെസിഡൻഷ്യൽ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഷൻ റിവീൽ നടത്തിയിട്ടുള്ളത്, ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും നടത്തിയിട്ടുള്ളത് പാണക്കാട് സയ്യിദ് അവറുകളായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്തിയിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സാർ റിയാസുദ്ദീൻ സാർ, നമ്മുടെ സ്കൂളിൻ്റെ മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഷാനുഭൂദവി, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ട് ബോർഡ് അംഗങ്ങളിൽപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിത്വം ഇസ്മായിൽ ഹാജി, അതുപോലെ തന്നെ മലബാർ പോളിടെക്നിക്കിൻ്റെ ചെയർമാനായ CPA ലത്തീഫ് ഹാജി, അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ സംഗമത്തിൽ ഇങ്ങനെ ഒരു സംഗമം നടക്കുന്ന സമയത്ത് അതിൽ ഞാൻ പങ്കെടുക്കുന്നത് എൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വളരെ തിരക്ക് പിടിച്ച സമയത്തും നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് ഈ സംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും സ്നേഹത്തോടു കൂടി നന്ദി പറഞ്ഞ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹത്തോടു കൂടി നന്ദി പറഞ്ഞ് ഈ സംഗമം പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.